അസ്സലാമു അലൈക്കും. സാബീത്താൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. സാബീത്താക്ക് ഇന്ന് വല്ലാത്ത ബോറടിക്കുന്നു. പിന്നെ സാബീത്താൻ്റെ നിങ്ങൾ വീഡിയോസിൽ കാണുന്ന പാത്തും ഇല്ല, എൻ്റെ മോനും ഇല്ല. വീട്ടിൽ നിന്ന് വല്ലാത്തൊരു ബോറടി. വൈകുന്നേരമായാൽ വീഡിയോ എടുക്കാനും കൊഞ്ചി പറയാനും എന്നെ സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ എൻ്റെ പാത്തും എൻ്റെ മോനെല്ലാം ഉണ്ട്. പക്ഷെ അതില്ലാത്തത് കൊണ്ട് വല്ലാത്ത വിഷമമായിട്ട് ഞാൻ ഇവിടത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോളി. പിന്നെ വല്ലാത്ത വെയില്. പിന്നെ വള്ളിക്കല്ല ബസ് സ്റ്റോപ്പിലാണ്. ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ വടകര ജില്ലക്കാർ കംപ്ലീറ്റും ബോറടി മാറ്റാൻ പോകാനും ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ടിരിക്കും നമുക്ക് കേട്ടാ. ഇതാണ് എൻ്റെ വള്ളിക്കാട് ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. വല്ലാത്ത വെയിൽ മക്കളെ, ഭയങ്കര വെയിൽ. എന്നാൽ ഓക്കെ. വള്ളിക്കാടിലെ ബസ് സ്റ്റോപ്പിൽ പിന്നെ 4 മണി സമയം, ഒരു 3-3:30-4 മണി സമയം വടകര ബസ് സ്റ്റോപ്പിലും ഭയങ്കര വെയിലാണ്. എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരണം. അതുപോലെ രാവിലെ ഓർക്കാട്ടേരി പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഓർക്കാട്ടേരി ബസ് സ്റ്റോപ്പിലും, ഓർക്കാട്ടേരിയിലേക്ക് പോകുന്ന വള്ളിക്കാടിൽ നിന്ന്, ഇത് വള്ളിക്കാടാണ്, വള്ളിക്കാട്ടിൽ നിന്ന് ഓർക്കാട്ടേരിയിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലും രാവിലെ നിൽക്കാൻ പറ്റൂല. തീക്കണൽ പോലത്തെ വെയിലായതുകൊണ്ട് ഈ വടകരയ്ക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലും പിന്നെ ഒരു 3-4 മണിയായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ ബോർഡിൻ്റെ ചെറിയ തണലത്താണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഇത് ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്നാൽ കത്തിക്കരിഞ്ഞു പോകുമെന്ന് യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളെൻ്റെ പിന്നാലെ വരണം മക്കളെ. നിങ്ങൾക്ക് ഏതാ സ്ഥലം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ബോറടി മാറ്റണ്ടേ വൈകുന്നേരം ആകുമ്പോൾ? ഓക്കെ. ഇതെന്തെങ്കിലും നിങ്ങൾ പരിഹാരം കണ്ടെത്തി തരണം കേട്ടോ. എൻ്റെ വള്ളിക്കാട്ടുകാർ, എൻ്റെ വടകരക്കാർ കാണുന്നുണ്ടെങ്കിൽ തീരെ നിൽക്കാൻ വയ്യ. ഇവിടെ വള്ളിക്കാടിൽ നിന്ന് വടകര ബസ് സ്റ്റോപ്പിലും വള്ളിക്കാടിൽ നിന്ന് ഓർക്കാട്ടേരി ബസ് സ്റ്റോപ്പിലും പോകണമെങ്കിൽ വെയിലത്താഴുന്നില്ല മക്കളെ കേട്ടോ. ഈ ചെറിയത്താണ് ഇതിൻ്റെ മുള നിൽക്കുന്നത്. ഓക്കെ. ഇതാണ് വടകര പുതിയ സ്റ്റാൻഡ്. ഞങ്ങളെ പുതിയ സ്റ്റാൻഡാണ്. പുതിയ സ്റ്റാൻഡ്. അങ്ങനെ ബോറടി മാറ്റാൻ വേണ്ടി, മക്കളാരും വീട്ടിലില്ലെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടി ഇവിടത്തേക്കാണ് പോകേണ്ടത്. നായതായിരുന്നല്ലോ പിന്നാലെ ഓടുന്നു. ഓക്കെ. പിന്നെ നമ്മളെ ബോറടി മാറ്റാൻ വേണ്ടി പോകുന്ന സ്ഥലമല്ല. ഇങ്ങനത്തെ ഇതിലെയാണ് പോകേണ്ടത്. ഇങ്ങനെ പോയി വീട്ടിൽ നിങ്ങളെ മോനോ മരുമോളോ മക്കളോ ആരെങ്കിലും ഇല്ലാന്ന് കൂട്ടിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചിട്ടും കുത്തിരിക്കറ് പോലും പോയല്ലോ, ഇനി ഞങ്ങളെന്ത് ചെയ്യുമെന്നു. സാബീത്ത വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞ്, പിന്നെ സാബീത്ത മൂത്ത മരുമോക്കാണെങ്കിൽ ഒരു സംഭവം സംഭവിച്ചത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ സാബീത്ത ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുത്തിരിഞ്ഞാൽ നമ്മളെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരം നമ്മളെ യൗവനം നഷ്ടപ്പെട്ടു. മനസ്സിലായ? നമ്മളെ യൗവനം നഷ്ടപ്പെട്ടു. വീട്ടിൽ തന്നെ ഇങ്ങനെ ചളിഞ്ഞ് ഒതുങ്ങി എവിടെയും പോവാണ്ട് നിൽക്കുന്ന സമയത്ത് കാലുവേദന, മുട്ടുവേദന, കൈവേദന ഒക്കെ വന്ന്, കാലുവേദനയും മുട്ടുവേദനയൊക്കെ വന്ന് നമ്മളിങ്ങനെ യൗവനം നഷ്ടപ്പെട്ടു പോകും നമ്മളെ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നിങ്ങളെന്ത് മാണോ പോണ് വണ്ടിക്കെല്ലാം പോകുന്നത് തിരിഞ്ഞ നേരം ഇല്ല. എന്നെ എടുക്കുന്ന ഇനി എടുക്കണോ? എൻ്റെ അൻസിനെ പോലത്തെ ഒരു മോന. അല്ല ഞാളെ എടുക്കുന്ന എന്നിട്ടും ചോദിച്ചാ ഇങ്ങനെ ക്യാമറ തിരിച്ചു പിടിച്ചാലോ. അങ്ങനെ ഞങ്ങൾ പുരേ തന്നെ കുത്തിരിക്കറ്. ഊവനം നഷ്ടപ്പെട്ടു, നമ്മളെ ഊവനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ പിലുമ്പി ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് എപ്പോഴും പിലുമ്പി പറിക്കുന്ന സ്ഥലമാണ്.
ഇവിടെ അങ്ങനെ ഇല്ല, ഒരു ചെറിയ ഒന്നാളുണ്ടാ, ഒരു ചെറിയ ഒന്നാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മഴ കാരണം അതെല്ലാം പോയിക്ക്. ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക, എന്നിട്ട് പിലിമ്പി പേരക്ക പേരൊക്കെ ഉണ്ടണ്ടാ, അത് ആരുതോ പേരക്ക പറിച്ചാൽ ചിലപ്പോൾ ചവിട്ടും കിട്ടും. ഇത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, അവിടെ ഉണ്ടായത്. ഇതാ പിലുമ്പി ചെറുതാലക്കൊണ്ട് പുളിപ്പോ നല്ല രസമുണ്ട്. ഇങ്ങനെ പിലിമ്പി തിന്നുക, മാങ്ങ തിന്നുക, അമ്പായം തിന്നുക, ഇങ്ങനെ നടക്കൊണ്ടാ. ഇതിലെന്നെ നടന്നാൽ എവിടെ എത്തുമോ നിങ്ങളറിയാം. ബാ പിന്നാലെ വരൂല നിങ്ങൾ. പുരയിലിങ്ങനെ വിഷമിച്ച് കുത്തിരിക്കാറ്, മരുമക്കൾ നോക്കുന്നില്ല, മോൻ പോയി മോൻ കൂട്ടുന്നില്ല, അങ്ങനെയാ ഇങ്ങനെ. ഇവിടെ ഇപ്പം നല്ലോണം പറയാം, ആരും ഇല്ല കേട്ടാ. അവിടെ ഉണ്ട് കേട്ടാ. പിന്നെ അങ്ങനെ പോയിട്ട് ടെൻഷൻ അടിച്ച് കുത്തിരിക്കുമ്പോൾ നമ്മൾ യൗവനം നഷ്ടപ്പെട്ടു. അപ്പോൾ യൗവനം നഷ്ടപ്പെട്ടു പോയാൽ ഞമ്മക്കാകെ വിഷമം. നായ ഉണ്ടങ്ങനെ വരുന്നു, അതാ ഓൻ്റെ പിന്നാലെ നായി പോന്ന. നായില്ലടാ, നായ ഓൻ്റെ പിന്നാലെ പോന്നു. വരുവാ ഉണ്ട്, ഓലോട് തന്നെ പോകുന്ന നായി ആടെ നിന്നിട്ട് ഉണ്ടാ, ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അതിനുള്ള തരണം ചെയ്യട്ടെ. അങ്ങനെ ഇവിടെ എത്തിയ വടകര എടോടി പാർക്ക്. ഇതാ കാണുന്നുണ്ടാ, വടകര എടോടി പാർക്കിൽ ടിക്കറ്റിന് 10 ഉറുപ്പ്യ ഉള്ളൂ. വീട്ടിൽ നിന്ന് അച്ചറയും കുലുമാലും ഉണ്ടാക്കണ്ട, ഇവിടെ വന്നിരുന്നു. നല്ല കാറ്റ്, ആന, തൊട്ടിൽ, ഊഞ്ഞാല, വണ്ടിക്കല്ലൊന്നും ഇങ്ങനെ വന്നപ്പോൾ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. വീട്ടിൽ നിന്ന് ബോറടിക്കുന്ന മക്കളെ. മോന് നമ്മളെ അനസും പാത്തും എല്ലാം പോയില്ല കൊല്ലത്തോലെ. നമ്മളോട് തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലേ കളി, ചിരി, തമാശ, പിന്നെ വർത്താനം, പോക്ക് വരവ്. അപ്പോൾ അങ്ങനെ ആയോക്കുന്നേരം ആരും ഇല്ല. ഇതാ നമ്മളവിടെ എല്ലാം കണ്ടിട്ട് നിങ്ങൾ മീനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ വരുക, അല്ലാണ്ട് ഇങ്ങനെ മരുമക്കൾ പോയി കളഞ്ഞ്, മോൻ പോയി കളഞ്ഞ്, മരുമക്കൾ നോക്കുന്നില്ല, ഞങ്ങൾ ഒറ്റക്കായിപ്പോയി. നിങ്ങളെന്തെന്ന് ഒറ്റക്ക് കാര്യം അങ്ങ് പോകണം. വടകര ജില്ലക്കാരൊക്കെ ഇങ്ങ് പോര്. വടകര ജില്ല എന്ന് പറഞ്ഞാൽ വടകര പ്രദേശം മുഴുവനും പെട്ടോല കേട്ടാ. ഇങ്ങ് പോര്. എന്നിട്ട് ആനയിലുണ്ട് ഇവിടെ, ആനയിലെല്ലാം കാണിച്ചു തരാം. ഹലോ, ആനയിലുണ്ട് ഇവിടെ. ആനേൻ്റെ അടുത്തെല്ലാം പോവുക. ഇതാ ഉമ്മാറേ, അല്ല മരുമക്കളുള്ള അമ്മായി മാറേ. ഇതാ നിങ്ങളെല്ലാവരും ഇങ്ങ് പോര് കേട്ടാ. കണ്ടുക്കാ നല്ല മുളകുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണി അസ്രം നിസ്കരിച്ചിട്ട് ഇങ്ങ് പോര്. എന്നാൽ ആരും നിങ്ങൾ നോക്കണ്ട. അല്ലാണ്ട് മരുമക്കൾ കൂട്ടൂ, മോൻ കൂട്ടൂ എന്നൊന്നും വിചാരിച്ചൊന്നും കുത്തിരിക്കണ്ട. ഒരു കൂട്ടേറ്റല്ലേ, എൻ്റെ അവിടെ ഇപ്പം തൽക്കാലം ഇല്ലാത്തതുകൊണ്ടാ, നിങ്ങൾക്കറിയാലോ. ഇതാ അതുകൊണ്ട് ഇതാ. പിന്നെ നമ്മളിലില്ല നല്ലൊരാനയുണ്ടാ, ആനേ ആനേ ആനേ. ഞാടെല്ലാം തൊട്ടിലെല്ലാം ഉണ്ട്, കാണിച്ചേട്ടെ. അങ്ങനെ ഇങ്ങനെ നടന്നുണ്ടാ, അവയിട്ട് നടന്ന് വന്നാണ്ട. പിന്നെ ഇങ്ങനെ തന്നെ കാണുന്നില്ല എല്ലാ സ്ഥലം. ഇവിടെ വൈകുന്ന കുറേ ആളാ, ഇവിടെ നിറയെ ആളാ, നിറയെ ആളുണ്ടാവും. ഇങ്ങനെ വർത്താനം പറയുക, നടക്കുക, അവരെല്ലാം കാണുക, ലോഗ്യം ചെയ്യുക. സ്കൂളിലെ കുട്ടികൾ ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഊഞ്ഞാലുണ്ട്, കുട്ടികളെല്ലാം ഉണ്ട്, ഊഞ്ഞാലെല്ലാം ഉണ്ട്, കുട്ടികളെല്ലാം ഉണ്ട്, തൊട്ടിലുണ്ട്, ഊരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാരി ഇരുന്നിട്ട് കളിക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാം കണ്ടിട്ടാ. എന്നിട്ട് ഈ ഊരുന്നില്ല, കുട്ടികൾ ഊരുന്നിട്ട് കാരും അങ്ങനെ കാരിയിട്ട് കാരുമ്മ പിലിമ്പി ഉണ്ട് കയ്യിൽ, അത് തിന്ന. അങ്ങനെ സ്റ്റെപ്പ് കാരി വരുവാ, എൻ്റെ ഇവിടെ ഇരിക്കുക. നിങ്ങൾ കണ്ടൊക്കെ ഊരുന്നേ. അങ്ങനെ ഊഞ്ഞാലാടോ, അതുണ്ട്, ഊഞ്ഞാലുണ്ട്, തൊട്ടിലുണ്ട്.
നല്ല ആടിക്കളി അങ്ങനെ ഞാനാടും. ഇതാണ് വടകരയിലുള്ള പാർക്ക്. ഈ പാർക്കിൽ വന്നാൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ അമ്മായിയമ്മ മിണ്ടുന്നില്ല, മരുമക്കൾ ചോറ് തരുന്നില്ല എന്നൊന്നും പറയണ്ട. ഇവിടെ വരിക, സന്തോഷിക്കുക, കളിക്കുക, ചിരിക്കുക. ഓക്കെ മക്കളെ, ബായ്. അങ്ങനെ ഇതിലാടുണ്ടാ ഇങ്ങനെ ആടും കേട്ടാ. ഇപ്പൊ പൊട്ടിത്താടോ ഇങ്ങനെ ആടി കളിക്കട്ടാ. നല്ല രസാ. കുഞ്ഞി മക്കളുണ്ട്, വലിയോളുണ്ട് ഒക്കെ. അങ്ങനെ ഇവിടുത്തെ പച്ചപ്പുകളും ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലമായത്. എന്താ നമ്മളെ ഓരോ കാര്യമായ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ഇവിടുന്നാ ചെയ്യല്. എന്താ ഈ പാർക്കാണിത്. എന്താ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികളെ ബോട്ടെല്ലുണ്ടേന്, ഇപ്പം അതിനെ കാണുന്നില്ല. നല്ല പച്ചപ്പ് കേട്ടാ. പിന്നെ ഇങ്ങനെ എനർജി ചെയ്യുന്നില്ല. നമ്മളെ ഊവനം നഷ്ടപ്പെട്ടു പോകില്ല. ഉമ്മാറെ മനസ്സിലാക്കിക്കോ. നിങ്ങളെ ഊവനം നഷ്ടപ്പെട്ടാൽ നിങ്ങളെ പുറക്കാരെയും കോണായി എന്നാൽ സ്വത്തെല്ലാം പിടിച്ച് എടുക്കാന്ന്. അതുകൊണ്ട് നമ്മളിങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുക. പിന്നെ ആയുസ് അത് അള്ള ഇട്ട കാലം അള്ളാഹ് ഒരു മനുഷ്യന് കണക്കാക്കിയിട്ടുണ്ടാവും. നമ്മൾ അള്ളാഹുവിനോട് തേടും ആയുസിന് വേണ്ടിയിട്ട്. ആ സമയം അങ്ങ് നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകട്ടെ. അങ്ങോട്ടെല്ലാം കുട്ടികൾ, കോളേജിലെ കുട്ടികളെല്ലാം ഉണ്ട്. ഓലെല്ലാം വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഓലെ പുരക്കാറൊന്നും അറിയാണ്ട് വന്നിരിക്കും. നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ അടങ്ങാറാണ്ട. ഞാൻ അതുകൊണ്ട് അന്ന് മടങ്ങിയതാ. ആയാ ഓക്കെ ഉമ്മ. വടകര മുനിസിപ്പാലിറ്റി പാർക്കിൽ വരുക. നിങ്ങളെ മക്കളൊന്നും കൂട്ടണ്ട. ഞാൻ കാരണം ഇവിടെ ബസ്സും കയറിയിട്ട് ഇവിടെ വരുന്നത്. പുതിയ സ്ഥലം ഇറങ്ങിയാൽ പിന്നെ ബസ്സൊന്നും കയറണ്ട. അതിൻ്റെ ബേക്കിൽ തന്നെ നടന്നാൽ മതി കേട്ടാ. എന്നാലും നമ്മൾ ഊവനെ നഷ്ടപ്പെടില്ല. ആ വീട്ടിൽ നിന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ ഇളയ മരുമോളും മോനും അവരെ കൊല്ലം ജില്ലയിൽ പോയതുകൊണ്ട് ബോറടിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പിന്നെ യൗവനം രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടാ. ഓക്കെ മക്കളെ, ഇനിയൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ലൈവല്ലിട്ടെ. ഓക്കെ. അങ്ങനെ നമ്മളെ പാർക്കിൽ ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങി. എന്താ എല്ലാ ലൈറ്റുകളും കത്തിത്തുടങ്ങി. കണ്ടില്ലേ? നമ്മൾ പോകാൻ നോക്കുകയാണ്. സന്ധ്യ നേരത്ത് വിളക്ക് വെക്കാൻ നേരത്ത് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇതാണ് നമ്മളെ ആ സുന്ദരമാണ്ട ആ നല്ല ലവ് ചിഹ്നങ്ങളും. ഇവിടുന്ന് വീഡിയോസ് എല്ലാം എടുക്കുക, നല്ല അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുക്കുക. അങ്ങനെയുള്ള പാർക്കാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചളിഞ്ഞു കൂടിയാൽ നമ്മളെ പിന്നെ ബാല്യകാലം അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നമ്മളെ ഊവനം നഷ്ടപ്പെട്ടു പോവും. നമ്മളിങ്ങനെ വരിക, ഇവിടെ എല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. നല്ല രസമുണ്ടാ. സബീത്തായിൽ നിന്നാണ്ട് നിങ്ങളതാ. ആയിവാ, നല്ല രസമില്ല? നല്ല രസമില്ല? ഓക്കെ. അങ്ങനെല്ലാമാണ് മക്കളെ. പീടിയെല്ലാം പൂട്ടി, ലൈറ്റുകളെല്ലാം കത്തിത്തുടങ്ങി. എന്തോ വീണിക്കുണ്ട് അവിടെ കേട്ടോ. നിങ്ങളിന് അമ്മായിയമ്മ മരുമക്കൾ നോക്കുന്നില്ല, മോൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങളാരും കൂട്ടുന്നില്ല, അങ്ങനത്തെ ഒന്നും വേണ്ട. ഈ വടകര പാർക്കിൽ വരും. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യുക, സംസാരിക്കുക, വർത്താനം പറയുക, നല്ല എൻജോയ്മെൻ്റ് എല്ലാം ചെയ്യട്ടാ. ഓക്കെ, ബായ്.